ഇപ്പത്തെ സീരിയലടക്കം ഇഗ്നിറ്റോ മോഡലിട്ട് കാണേണ്ട അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പത്തെ കുട്ടികളൊക്കെ ഇത് കണ്ടിട്ടാണ് വളരുന്നത്. ഭാഗ്യം ഞാനൊക്കെ ചന്ദനമഴ ഏരിയയിൽ ജനിച്ചത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ട സീരിയൽ പിന്നെ അടിപൊളിയായിരുന്നു ഗൈസ്. ഒരു വലിയ വീട്ടിൽ 5-6 കുടുംബത്തെ ഒന്നിച്ച് നിർത്തിയിട്ടുണ്ടാവും. അവരുടെ അച്ഛൻ്റെ കുഞ്ഞച്ഛന്റെ വലിയച്ഛന്റെ മുനിയാപ്പയുടെ മുത്താപ്പയുടെ കുഞ്ഞുമോന്റെ മോനടക്കം ഉണ്ടാവും. ഇവർ തമ്മിലുള്ള സംഭാഷണം ഗ്യാങ് വാറിലും ഗ്യാങ് ഫൈറ്റിലൊക്കെ ഓരോ എപ്പിസോഡും തീയായിരിക്കും. ഇപ്പത്തെ സീരിയലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? റൊമാൻസ്, ഇടുപ്പിൽ പിടിക്കും, ഉമ്മയൊക്കെ പറയുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു ഗൈസ്. ഇപ്പത്തെ പിള്ളേർ ഇത് കണ്ട് വളർന്ന് നശിക്കേണ്ട ആളുകളല്ല. എന്റെ ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകൾ യൂത്തന്മാരായിരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പഴയ 2 ലെജൻഡ് സീരിയലിനെ കമ്പയർ ചെയ്യാം ഗൈസ്. ഈ 2 സീരിയലും തമ്മിൽ ഡീറ്റെയിൽ കമ്പയർ ചെയ്യണമെങ്കിൽ 2 പേര് തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. അർജുൻ ദേശായും പിന്നെ ബേക്കർ സൂരജ്. ഹു ഈസ് ബെറ്റർ ഹസ്ബൻഡ്? നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഭാര്യനെ തല്ലുക. ക്യാമറയും കൊണ്ട് 360 ഡിഗ്രി ഓടാൻ തുടങ്ങി ഗൈസ്. ഇനി എല്ലാവരുടെയും റിയാക്ഷൻ ഒപ്പിയെടുക്കാണ്ട് ക്യാമറമാൻ അടുത്ത സീൻ എടുക്കാൻ സമ്മതിക്കില്ല. ഇനിയൊരു ജന്മം ഉണ്ടായിരുന്നു അന്നും അമൃതിന്റെ ഭാര്യയായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇതൊന്നും വിശ്വസിക്കരുത് അമൃത, അവന് മൂഡ് സിങ്സ് ഉള്ളതാ. മീൻവെയിൽ അർജുൻ നെക്സ്റ്റ് എപ്പിസോഡ്. അമൃതേ, സ്വർണ്ണക്കടയിൽ നിന്ന് നീ ആഭരണം വാങ്ങിയായിരുന്നു? പിന്നെ സ്വർണ്ണക്കടയിൽ നിന്ന് കഞ്ചാവ് വാങ്ങാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. മുഖത്ത് നോക്കി കള്ളം പറയും. പിന്നെ മുട്ടയ്ക്ക് നോക്കി കള്ളം പറയാൻ പറ്റും? ഏതൊരു പഴംപൊരി. അർജുന്റെ റൂമിലുള്ള ഒരു പഞ്ചിങ് സിസ്റ്റം ആണ് അമൃത. മുറിയിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇറങ്ങാറുള്ളൂ ഗൈസ്. അർജുൻ അമൃതിനെ തല്ലണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായി. ഫോർ എക്സാമ്പിൾ അർജുന്റെ തുണ്ട് കയറ്റി വെച്ച് ഹാർഡ് ഡിസ്ക് എടുത്ത് അമൃത വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അർജുന്റെ ഫയലിൽ ചായ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. പക്ഷെ സൂരജ് ഭാര്യനെ തല്ലിന്താണ് മാസ് ഗൈസ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവളാ. എന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫസ്റ്റ് റാങ്കോടെ പാസ്സായവൾ. വിദ്യാസമ്പന്നയാണ് ഞാൻ. സിവിൽ സർവീസ് കൊതിച്ച് നടക്കുന്നവളാ. പോലീസ് യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്നവളാ. സൂരജ് ബിലേക്ക് അടുക്കളയിൽ പോയി കൂർക്കൊപ്പേര് വെക്കണേ കടയാടി. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊന്നയ്ക്ക് നോക്കി കൊടുത്തു. ഏഷ്യനെറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു അണ്ടർറേറ്റഡ് കൽപ്പിലാണ് സൂരജ് ഗൈസ്. ബാക്കി വീഡിയോയിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു ആഡ് ഉണ്ട്. അത് 1 മിനിറ്റ് സ്കിപ്പ് ചെയ്യാൻ അവിടെ ടൈം സ്റ്റാപ്പ് കൊടുത്തേക്കാം. ഈ കറുത്ത സെഗ്മെന്റിക്കും പ്രഗ്നന്റ് ഗൈസ്. അങ്ങനെ ഒരു ദിവസം അമൃതയ്ക്ക് പച്ചമാങ്ങ കഴിക്കാൻ തോന്നി. ഒബ്വിയസ്ലി അന്നത്തെ കാലത്ത് പച്ചമാങ്ങ കഴിക്കുന്നതിന് ഒരേ ഒരു അർത്ഥമുള്ളൂ, പ്രഗ്നന്റ്. തലചുറ്റന്റെ കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായി. അമൃത കുഞ്ഞിന്റെ വയറ്റിലെ ഒരു കുഞ്ഞു വാവ വളരുന്നുണ്ടെന്ന് എനിക്കിതൊക്കെ കണ്ടാലറിയാം. വേലക്കാരി പാർട്ട് ടൈം ആയിട്ട് MBBS പഠിക്കുന്നുണ്ട്. എനിക്ക് വിശേഷമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടും എന്താ അത് വിശ്വസിക്കാത്ത? എല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവേണ്ടതാണോ ഈ വിശേഷം? Destroyed in seconds. ഗൈസ്, ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചത് ഈ കല്യാണം കഴിഞ്ഞ് ഉമ്മ വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആവുന്നൊക്കെയാണ്. പിന്നെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഉമ്മ വെച്ചാൽ മാത്രം പോരാ. പക്ഷേ ഈ മുതുക്ക് കരടി പോലെ ഇരിക്കണ ഈ മനുഷ്യൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അതെ, ഡോക്ടർ പറഞ്ഞതോടെ എന്റെ സംശയം തീർന്നു. ഫസ്റ്റ് അമൃത പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അവനൊന്നും മനസ്സിലായില്ല, അവൻ ചുമ്മാ കളിക്കാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഡോക്ടർ ഒന്ന് പറഞ്ഞപ്പോ അവൻ സമ്മതിച്ചു, ഓക്കെ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. എടാ മുതുക്കാ, നിന്റെ ഭാര്യയല്ലടാ അത്, നീ അറിയാതെ എങ്ങനെയാടാ പ്രഗ്നന്റ് ആയത്? അവൻ അതും മുഴുങ്ങിട്ടിരിക്കണു. എന്റെ കൊച്ചിപ്പോ വരും പറഞ്ഞിട്ട് മരപ്പോങ്ങ. ഗൈസ്, ഇതിനകത്ത് ഊർമിള ദേവിയുടെ 2 പങ്കുണ്ടോന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. അർജുൻ, ഞാൻ പറയുന്നത് നീ വളരെ ശാന്തനായിട്ട് കേൾക്കണം. മൃതയുടെ കുഞ്ഞ് നിന്റേത് മാത്രമല്ല. ഗൈസ്, ഈ അസുഖത്തിന്റെ പേരാണ് നോക്കോക്ക് സിൻഡ്രോം. ഇത് കേരളത്തിലെ 3 ആണുങ്ങൾക്കാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യത്തിൽ ശിവേട്ടനും, പിന്നെ ഇപ്പൊ ചന്ദ്രമഴിയിൽ അർജുനും. വേറെ ആരാ? നമ്മുടെ ബേക്കർ സൂരജൻ. അമ്മ പറഞ്ഞു ഞാനൊരു അച്ഛനാകാൻ പോവാണെന്ന്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒന്നുമില്ലടാ കുട്ട, നീ ബേക്കറിയിൽ പോയിട്ട് മുട്ട പപ്സ് ഉണ്ടാക്കാൻ നോക്കുക, അതെങ്കിലും നടക്കട്ടെ. അമ്മ ഉദ്ദേശിച്ചത് എന്താന്ന് അമ്മയോട് തന്നെ പോയി ചോദിക്കണം. പരസ്പരം ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു പരസ്പരം സീരിയൽ. ഗൈസ്, അർജുൻ ഭാര്യനെ സ്നേഹം കൂടുമ്പോ എന്താ അറിയ വിളിക്കുക? ഒരു പൊട്ടാക്കുട്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്കും ഹു ഹാസ് ബെറ്റർ ശിക്ഷ. അഫ്കോഴ്സ് ഈ കാര്യത്തിൽ എന്തായാലും ചന്ദനമഴിക്കാൻ പോയിന്റ് പോകുക. 100 പവന്റെ സ്വർണ്ണം കഴുത്തിലിട്ടൊരു പാത്രം കഴുകുക, വർഷയുടെ അമൃതയുടെയും കൈ 2 കയറും കൊണ്ട് കെട്ടിയിടുക, പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് ഫുള്ള് ഒറ്റയ്ക്ക് കുടിക്കാൻ പറയാ. ഇത്രയും വെറൈറ്റി ശിക്ഷകൾ നരകത്ത് കൂടി ഉണ്ടാകും. പരസ്പരത്ത് ഇങ്ങനെയുള്ള ശിക്ഷകളൊന്നുമില്ല. അവിടെ എന്ത് തെറ്റിയിട്ടാലും ചെറിയിട്ടടി മാത്രം ഉണ്ടാവും. അവിടെ തെറ്റ് ചെയ്തില്ലെങ്കിലും ചെറിയിട്ടടി കിട്ടും. അല്ലമ്മേ, ഞാനിപ്പോ അമ്മ അറിയാതൊരു കാര്യം ചെയ്യുന്നു വെക്കാം. അമ്മയോട് പറയാതെ. പിന്നെ അമ്മ ഇത് അറിയണമെങ്കിൽ എന്തായിരിക്കും അമ്മയുടെ പ്രതികരണം?
ഓക്കെ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഈ സീരിയലിലെ ആണുങ്ങൾക്ക് ഇത്രയും മൊണ്ണയാവാൻ കാരണം എന്താ? നമ്മൾ അടുത്ത സെക്കൻഡിരിക്കും ക്യാരക്ടർ ഫീച്ചേഴ്സ്. അർജുന്റെ ക്യാരക്ടറിലുള്ള മെയിൻ ഫീച്ചർ എന്താന്ന് വെച്ചാൽ അർജുന് മൂഡ് സിങ്സ് ഉണ്ടാവും. ഏട്ടത്തിയെ അയക്കണ്ടെന്ന് തന്നെയാ ഞങ്ങളുടെ അഭിപ്രായം. അതെന്നോടല്ലോ പറയേണ്ടത്. ഞങ്ങള് മുത്തശ്ശിയോട് സംസാരിച്ചു. മുത്തശ്ശിയോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞോ? ഇവനെ വീണ്ടും മൂഡ് സിങ്സ് തുടങ്ങിയെന്ന് തോന്നണം. ഇനി ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കേണ്ട നിർത്തില്ല മൈരൻ. എന്ത് സാഹചര്യം? അർജുൻ മൂഡ് സിങ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. അമൃതിനെ പിടിച്ചിടിക്കും, പിറ്റേ ദിവസം പാട്ട് പാടി കൊടുക്കും. അമൃതിനെ വീണ്ടും പിടിച്ചിടിക്കും, വീണ്ടും പാട്ട് പാടി കൊടുക്കും. രാത്രി പാട്ട് രാവിലെ ഇടും, രാത്രി പാട്ട് രാവിലെ ഇടും. അമൃതയുടെ ജീവിതം എന്ന് പറയുന്നത് ഫ്ലിക്കർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്യൂബ് ലൈറ്റ് പോലെ. സൂരജ് അങ്ങനെയല്ല കൈ. സൂരജിന്റെ സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ സൂരജിന് കുക്ക് ചെയ്യാൻ അറിയും. പുട്ട് ഉണ്ടാക്കിയിട്ട് ഏഷ്യയിലെ നമ്പർ 1 കുക്കായവനാണ് സൂരജ്. കേരളത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഐറ്റം പുട്ട്. ഞാനുണ്ടാക്കിയ പുട്ടില് ചിക്കൻ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അങ്ങനെ പലതും ചേർത്തിട്ടുണ്ട്. പുട്ടില് ചിക്കനും വെജിറ്റബിളും ഫ്രൂട്ട്സും കുറച്ച് മണ്ണ് കൂടി വാരിയിടായിരുന്നില്ലേ? അതിന് നീ ഇത് കഴിച്ചില്ല കഴിയുമ്പാറ കടയാടി നമുക്ക് അടുത്ത സെഗ്മെന്റിക്കും ഹു ഹാസ് ബെറ്റർ അമ്മായിയമ്മ സ്നേഹം. രണ്ട് സീരിയലിലെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അവസ്ഥ സെയിമാണ്. ആദ്യ രാത്രിയിൽ ഏറെ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന ഒരു വധുവിന് ഒന്ന് നോക്ക പോലും ചെയ്യാതെ കയറി കിടക്കുന്ന ഒരു ഭർത്താവിനെ അമ്മ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബെഡ്റൂമിനകത്ത് കയറിയ നമ്മൾ രണ്ടാണ്. ഞാൻ താഴെ വിരിച്ച് കിടക്കാറാണ് പതിവ്. അതുകൊണ്ട് രണ്ടുപേരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവരവരുടെ അമ്മായിയമ്മമാരാണ്. മഴവിൽ സ്നേഹം ഒന്ന് മനസ്സിലാക്കാൻ കേരളക്കര ആരും റെഡി ആയിരുന്നില്ല ഗൈസ്. പിന്നെ ഊർമിളദേവിയുടെ മഴവിൽ സ്നേഹത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി സ്വീകരിച്ചതാണ്, അല്ല മറ്റേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിന്നെ വേർപിരിയാൻ എനിക്കാവില്ല. അമൃതയെ ഞാൻ എപ്പോഴും ശിക്ഷിക്കും. അതിനുശേഷം അവളെ ഞാൻ കെട്ടിപ്പിടിക്കും. രണ്ട് സീരിയലും ഓൾമോസ്റ്റ് ഒരേ കഥയാണ് പറഞ്ഞു വരുന്നത്. രണ്ട് സീരിയലും കോമൺ ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മകനും മകന്റെ ഭാര്യയും തമ്മിൽ റൊമാൻസ് ചെയ്യുമ്പോൾ അമ്മായിയമ്മയ്ക്ക് പൊസീവ് അടിക്കണം ഗൈസ്. എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് കരുതി എന്ത് കാര്യത്തിനും എന്നെ നീ വിളിക്കാൻ മടിക്കാൻ. എന്റെ കാര്യങ്ങൾ ഞാൻ മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ല. പറഞ്ഞോ? പൂജ കഴിയുന്നവരെ നോമ്പ് നോക്കണം. എനിക്ക് ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, ഈ രണ്ട് സീരിയലിലും മകനും മകന്റെ ഭാര്യയും തമ്മിൽ റൊമാൻസ് ചെയ്യുമ്പോൾ അമ്മായിയമ്മയ്ക്ക് എങ്ങനെ പോസിറ്റീവ് ആണ്? അമ്മേ, കല്യാണം കഴിച്ച കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ സ്നേഹം മുഴുവൻ കൊടുക്കേണ്ടി വരുമല്ലോ. എന്റെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും പഴയ പോലെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരാൻ കഴിയില്ലല്ലോ എന്ന ഒറ്റ ചിന്ത കൊണ്ട് കല്യാണം വേണ്ടെന്ന് വെച്ചാൽ കുടുംബസ്നേഹിയായ മകനാണ് ഞാൻ. ഏറ്റവും അണ്ടർറേറ്റഡ് ആയിട്ടുള്ള സിഗ്മ. സൂര്യചേട്ടൻ കുടുംബത്തിന് വേണ്ടി ലവ് ത്യാഗം ചെയ്യും. നമ്മളിൽ ഒരാളാണ് സൂര്യചേട്ടൻ. പെണ്ണുങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ ചെറു നോക്കി കൊടുത്ത് അടുക്കളയിൽ പൊടി പറയും. എന്താ അമ്മയ്ക്ക് വേണ്ടി കല്യാണം വരെ വേണ്ടെന്ന്. അർജുന അവിടെ ഹാർഡ് ഡിസ്ക് ഉണക്കായിട്ട് അമൃതിനെ തല്ലുമ്പോ സൂരജ് എന്താണ് ഇവിടെ ചെയ്തത്? സൂരജ് പുതിയ പുതിയ എക്സ്പെരിമെന്റ്സ് ചെയ്യായിരുന്നു. അങ്ങനെ സൂര്യചേട്ടന്റെ ഗവേഷണത്തിലൂടെ പുട്ടിന്റെ അടിയിലുള്ള കടല മാറ്റിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അതിന്റെ ഉള്ളിലിട്ട് ഏഷ്യയിലെ നമ്പർ 1 കുക്കായി മാറി. നമ്മുടെ കമ്പാരിസണിലെ ഫൈനൽ വിന്നർ നോ ഡൗട്ട് സൂരജാണ് ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയും മതി കേസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.